നമ്മളിപ്പോൾ ഉള്ളത് കല്ലുവാക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സർവീസ് റോഡിലോട്ട് ഇറങ്ങിയത് നമുക്ക് പോകാനുള്ളത് കൊട്ടാരക്കരയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ കൊട്ടാരക്കരയിലോട്ട് പോകാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സർവീസ് റോഡിൽ കയറണം. സർവീസ് റോഡിലൂടെയാണ് നമ്മൾ യാത്ര. സർവീസ് റോഡിൽ കൂടെ നമ്മൾ 900 മീറ്റർ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വലത്തോട്ടുള്ളൊരു ഡിവിഷൻ കിട്ടും. നമുക്ക് മുമ്പ് അറിയാം. ഇപ്പോൾ നമ്മളിവിടെ സർവീസ് റോഡിലാണ് പൊയ്ക്കോട്ടെ. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും മീൻസ് ഒരു 70% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി രണ്ട് ഈ ഇടത് സൈഡിൽ കാണുന്ന അതിൻ്റെ കോൺക്രീറ്റുകൾ, ലൈറ്റുകൾ, അങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് NH ഇനി ബാക്കിയുള്ളത്. ബാക്കിയുള്ളതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിന് എക്സിറ്റ് ഉണ്ടായെന്ന് അറിയത്തില്ല. എക്സിറ്റ് കാണാൻ സാധ്യതയില്ല. കാരണം ഒരു 100 മീറ്റർ മുന്നേ ഒരു ഫസ്റ്റ് എക്സിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത എക്സിറ്റ് കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിലോട്ട് മുകളിൽ പാലത്തിൽ നിന്ന് സർവീസ് റോഡിലോട്ട് വെള്ളം വീഴുന്ന അതെല്ലാം പൈപ്പുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ വന്ന് വീഴുമ്പോൾ മറ്റ് സർവീസ് റോഡിൽ നിന്ന് വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് പൈപ്പുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റാണ് തിരിയാനുള്ളത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നടക്കൽ റോഡിലോട്ടാണ് കയറുന്നത്. നടക്കൽ അതേ കണക്ക് തന്നെ കൊട്ടാരക്കര, അങ്കമാലി, കോട്ടയം, MC റോഡ് കയറുന്നവർക്കെല്ലാം ഈ വഴിയാണ് കയറാനുള്ളത്. അപ്പം ഈ ഒരു അടിപ്പാത വഴി നമ്മൾ കയറി. ഇവിടെ ഇച്ചിരി ഇടത്തുനിന്ന് വരുന്ന വണ്ടി കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ മുകളിൽ നിന്നൊരു ലോറി കയറി നേരെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിർത്തി ആ ലോറി പോയതിനു ശേഷം ഫ്രണ്ടിലോട്ട് പോകാൻ വിചാരിക്കും. വേറെ വണ്ടിയും വന്ന് അവിടെ ചവിട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഈ പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് ഒരു റെഡിയാക്കി വെച്ചായിരുന്നുണ്ടെങ്കിൽ യാത്ര ഈ ഇച്ചിടെ സുഖമായതുണ്ട്. ഇവിടെ ഇപ്പോൾ പൊളിഞ്ഞു വാരി കിടക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വർക്ക് നടക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഇന്റർലോക്കാണ് ചെയ്തേക്കുന്നത്. സംസ്ഥാന പാതയാണ്. സംസ്ഥാന പാതയാണ്. ഇന്റർലോക്ക് കഴിഞ്ഞാൽ റോഡ് നല്ല രീതിയിൽ തന്നെയാണ് പണിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. വളരെ നല്ല റോഡാണ്. വീതി കുറവാണ്. ഇതാണ് നമ്മൾ പാരിപ്പള്ളി എന്ന് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കര, അടൂര്, പന്തളം, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, കോട്ടയം ഒക്കെ പോകാനായിട്ട് ഉള്ള വഴി. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് കയറി ഈ റൂട്ടിലാണ് പോകാനുള്ളത്. NH വർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ.